ഇന്ത്യൻ സിനിമ കാത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ചിത്രമാണ് കൽക്കി ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം. കൽക്കി ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ഷൂട്ടും കാര്യമൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിലോട്ട് അമിതാഭ് ബച്ചനും കമൽഹാസനും ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റിൽ വഴി തന്നെ കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ചിത്രം 2 പാർട്ടാണെന്ന് നേരത്തെ തന്നെ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ചിത്രത്തിൻ്റെ ടീം റിസ്ക് എടുത്ത് ദീപികേനെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് പകരം ഇപ്പോൾ സായി പല്ലവിനെ ചിത്രത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള ലുക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സായി പല്ലവി ഏകദേശം ഈ ഒരു ചിത്രത്തിൽ നായിക എത്തുമെന്ന് ലോക്കായിട്ടുള്ള കാര്യം തന്നെയാണ്. വൈശാഖിൻ്റെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഖലീഫ എന്ന ചിത്രം അത്യാവശ്യം നല്ലൊരു ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു കിടിലൻ എൻ്റർടൈനർ ചിത്രം തന്നെയാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ ഇപ്പോൾ ഷൂട്ട് നടന്നു പോകുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചാണെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. 2 ദിവസത്തെ ഷെഡ്യൂളാണ് ഇപ്പോൾ ചിത്രത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ആൻ്റണി വർഗീസ് പപ്പേർ നായകനെ എത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കാട്ടാളൻ എന്ന ചിത്രം വരുന്ന മെയ് 13 വെള്ളിയോടെ തിയേറ്ററിലേക്ക് റിലീസിന് എത്താനിരിക്കുന്നത്. ചിത്രത്തിലെ ഷൂട്ടും കാര്യമൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഏകദേശം 140 ദിവസത്തോളം വരുന്ന ഷൂട്ടിംഗ് ഡേയ്സ് ആയിരുന്നു ചിത്രത്തിന് ഉണ്ടായിരുന്നത്. ജയറാമേട്ടൻ നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്തുള്ള ഏറ്റവും പുതിയൊരു കൊച്ചു മലയാള സിനിമയായിരുന്നു ആശകളായിരം എന്ന ചിത്രത്തിന് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള നല്ല റെസ്പോൺസ് ഒക്കെ തിയേറ്ററുകളിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രം ഇപ്പോൾ 17 ദിവസം കൊണ്ട് തന്നെ വേൾഡായിട്ട് 10.5 കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കളക്ഷനൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രം അത്യാവശ്യം ഒരു തിയേറ്ററിക്കൽ വിജയമൊക്കെ തന്നെ ഏകദേശം സ്വന്തമാക്കിയിട്ടുണ്ട്. നമ്മൾ മലയാളത്തിൽ നിന്ന് തിയേറ്ററിലേക്ക് റിലീസിനെത്തി അങ്ങനെ വലിയ വിജയമൊന്നും നേടാൻ സാധിക്കാതെ OTTയിൽ തരംഗമായിട്ടുള്ളൊരു ചിത്രമായിരുന്നു ഭരതനാട്യം എന്ന ചിത്രം. അങ്ങനെ OTTയിൽ തരംഗമായതോടുകൂടി തന്നെ ചിത്രത്തിൻ്റെ ടീം പാർട്ട് 2 അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 2 മോഹിനിയാട്ടം എന്നാണ്. ആ ഒരു ചിത്രം വരുന്ന ഏപ്രിൽ 10 തിയേറ്ററിലേക്ക് റിലീസിനെത്തുന്നൊരു കാര്യം കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇമാതിരി ഒരു കോൺഫിഡൻസ് സമ്മതിക്കണം. കാരണം വലിയൊരു താരതരക കാര്യങ്ങളോ ഒന്നുമില്ലാതെ കണ്ടന്റിൻ്റെ ബലത്തിൽ മാത്രം ഈ വരുന്ന ഏപ്രിൽ 10 റിലീസിനെത്തിക്കുന്നു. വലിയൊരു ടൈറ്റ് കോമ്പറ്റീഷൻ എടുക്കുക ഈ ഒരു ചിത്രം മുങ്ങിപ്പോകുന്നുള്ള ഡൗട്ട് മാത്രമേ ഉള്ളൂ. കാരണം ഏപ്രിൽ 2 ദൃശ്യം 3 വാഴ 2 റിലീസിലെത്തും. കൂടാതെ തന്നെ ഏപ്രിൽ 9 പള്ളിച്ചട്ടമ്പി എത്തും. അപ്പോൾ തന്നെ ഏകദേശം സ്ക്രീനൊക്കെ തന്നെ ലോക്കായി അത്യാവശ്യം തിയേറ്റർ റഷ് നിൽക്കുന്ന ടൈമിൽ തന്നെ ഇതുപോലൊരു ചിത്രം തിയേറ്ററിൽ എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ മലയാള സിനിമയാണ് കണ്ടന്റ് ബലത്തിൽ വലിയ വലിയ സിനിമകളെയൊക്കെ മറികടന്ന് ചെറിയ സിനിമകൾ പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. കമൽ രജനീകാന്തിൻ്റെ ഏറ്റവും പുതിയൊരു പ്രൊമോയോടുകൂടി തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ കത്തിച്ച ഒരു ഐറ്റം തന്നെയായിരുന്നു നെൽസന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം. ഈ ഒരു ചിത്രം ഉടനെ വരുമെന്നാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷ. കാരണം പ്രൊമോയും കാര്യങ്ങളൊക്കെ ഇറക്കി വിട്ടില്ലേ. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഈ ഒരു സിനിമ ഈ അടുത്തൊന്നും ഇല്ലെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. കാരണം തലൈവർ അടുത്തതായി ചെയ്യാൻ പോകുന്നത് തലൈവർ 173 ഡോൺ ചിത്രത്തിൻ്റെ ഡയറക്ടർ സംവിധാനം ചെയ്യാനിരിക്കുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ഏപ്രിൽ മാസം ആരംഭിക്കും. ഏകദേശം ഒരു സെപ്റ്റംബർ മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഷൂട്ടിംഗ് ഒക്കെ തന്നെയാണ്. നമ്മുടെ മലയാളത്തിലുള്ള ഒരു പോപ്പുലർ ആയിട്ടുള്ള ആക്ടർ ഈ ഒരു ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഇതൊരു പക്ക ഫാമിലി ഫൺ എൻ്റർടൈനർ ചിത്രം തന്നെയാണ്. ആറ്റ്ലിയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിരുന്നു ഈ ഒരു സിബി ചക്രവർത്തി. അതുകൊണ്ടൊക്കെ തന്നെ ആറ്റ്ലിയുടെ അതേ ഒരു മോഡുള്ള ഒരു ചിത്രമായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ചിത്രം ഒരുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ചിത്രം അടുത്ത വർഷം പൊങ്കലിന് തിയേറ്ററിലേക്ക് റിലീസിനെത്തുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ രജനീകാന്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കമൽഹാസനെ തിരക്കില്ലെന്നല്ല, പുള്ളിയും അടുത്ത പ്രൊജക്റ്റിലോട്ട് പോവുകയാണ്. അൻബർഗ് മാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു ആക്ഷൻ എൻ്റർടൈനർ ചിത്രമാണ് ഇപ്പോൾ ഇനി അടുത്ത് വരാനിരിക്കുന്ന കമൽഹാസൻ ചിത്രം. ആ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് വരുന്ന ഏപ്രിൽ മെയ് മാസത്തോളം ആരംഭിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഈ ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിലായിരിക്കും രണ്ടുപേരും ആ ഒരു തിരക്കിൽ നിൽക്കുകയാണ് ഈ ഒരു വർഷം മൊത്തം. അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു കമൽ രജനി കോമ്പോയിൽ വരാനിരിക്കുന്ന നെൽസൺ ചിത്രം അടുത്ത വർഷമാണ് ആരംഭിക്കുക എന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. അടുത്ത വർഷം ആരംഭിച്ച ചിലപ്പോൾ അടുത്ത വർഷം വല്ലതും ആയിരിക്കും ചിത്രം തിയേറ്ററിലേക്ക് റിലീസിനെത്താനുള്ള ചാൻസസ് ആയാലും കാണുന്നത്. ജിത്തു മാധവൻ്റെ സംവിധാനത്തിൽ സൂര്യ നായകനെ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സൂര്യ 47 എന്ന ചിത്രത്തിൻ്റെ ഡയറക്ടറുള്ള ജിത്തു മാധവ് പറഞ്ഞിട്ടുള്ളത് ഇതൊരു തമിഴ് ചിത്രമാണെന്നാണ്. ബട്ട് മലയാളത്തിലുള്ള ഓൾമോസ്റ്റ് ആക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ മെയിൻ കാസ്റ്റിൽ വരുന്നത്. ചിത്രത്തിൽ സൂര്യ പോലീസ് ഓഫീസറിൻ്റെ വേഷത്തിലൊക്കെയാണ് എത്തുന്നത്. ഒപ്പം തന്നെ ഈ ഒരു ചിത്രത്തിൽ നമ്മൾ മലയാളത്തിലുള്ള ടൊവിനോ ഒരു പ്രധാന വേഷത്തിൽ എത്തുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റൂമറുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ടൊവിനോയും കൂടെ എത്തുകയാണെങ്കിൽ അടുത്തൊരു ഹൈപ്പിനുള്ളൊരു ഫാക്ടർ തന്നെയായി മാറും. നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ കണ്ടുവരുന്നൊരു കാര്യമായിരുന്നു സെക്കൻഡ് പാർട്ട് കൾച്ചർ. അതിൽ ഒരാവശ്യവുമില്ല സെക്കൻഡ് പാർട്ട് കൾച്ചറിൻ്റെ ഭാഗമായി അനൗൺസ് ചെയ്തിട്ടുള്ള ചിത്രമായിരുന്നു ദേവര എന്ന ചിത്രം. ആ ഒരു സിനിമ കണ്ടവർക്കറിയാം സെക്കൻഡ് പാർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു സ്റ്റാൻഡ് ലോൺ ചിത്രമായി എടുക്കാവുന്ന ഒരു ചിത്രത്തിന് സെക്കൻഡ് പാർട്ട് ലീഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്ന അപ്ഡേറ്റ് ആ ഒരു സെക്കൻഡ് പാർട്ട് ഉപേക്ഷിച്ചു എന്ന രീതിയിൽ തന്നെയായിരുന്നു. സെക്കൻഡ് പാർട്ട് ഉണ്ടാകില്ല എന്നൊക്കെ തന്നെ. ബട്ട് ഇപ്പോൾ ആ ഒരു ചിത്രത്തിന് സെക്കൻഡ് പാർട്ട് ഓൺ ആയിരിക്കുകയാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ ദേവര 2 എന്ന ചിത്രം അടുത്ത വർഷം മെയ്യോടുകൂടി ആരംഭിക്കുമെന്ന് ചിത്രത്തിൻ്റെ ടീം അതിൽ ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒരുപാട് സിനിമാറ്റിക് യൂണിവേഴ്സിനൊക്കെ തന്നെ ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു ടൈമിൽ തന്നെ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഡിമാൻഡുള്ള ഒരു യൂണിവേഴ്സ് തന്നെയായിരുന്നു ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നുള്ളൊരു സംഭവം. അതിൽ വന്നിട്ടുള്ള ഓരോ ചിത്രങ്ങളുടെ ബാക്ക് ടു ബാക്ക് ഹിറ്റുകൾക്ക് ശേഷം നല്ലൊരു കൺസിസ്റ്റൻസിയോടെ വന്നൊരു ഐറ്റത്തെ ഇപ്പോൾ കൂലി എന്ന ചിത്രത്തിലൂടെ വലിയൊരു ബ്രേക്കിലോട്ട് പുള്ളി
ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെയും ബാക്കപ്പ് എന്ന രീതിയിൽ വരാണ്ടിരുന്നിട്ട് പോലും കൈദിക്ക് നല്ല രീതിയിലുള്ള ഡിലേ ഇനിയും വരുമെന്ന് ഏകദേശം കൺഫേം ആക്കിയിട്ടുണ്ട്. കാരണം ഇനിയും അല്ലു അർജുൻ ചിത്രമൊക്കെ ശേഷം കൈദി 2 വരുമ്പോൾ നല്ല രീതിയിലുള്ള ഡിലേ തന്നെ വരും. എങ്കിലും ഫാൻസിന് ആശ്വാസം എന്ന രീതിയിൽ ഈ ഒരു ചിത്രത്തിൻ്റെ ടീസർ പുറത്തിറങ്ങാൻ പോവുകയാണ്. ഏകദേശം 30 സെക്കൻഡോളം വരുന്ന ഒരു ഗ്ലിംസിൻ്റെ രൂപത്തിലാണ് ചിത്രത്തിൻ്റെ ടീസർ വരാനിരിക്കുന്നത്. ആ ഒരു ഗ്ലിംസിലായാലും ടൈറ്റിലിട്ടുള്ളത് ദില്ലി എന്ന് തന്നെയാണ്. അപ്പോൾ മിക്കവാറും ഒന്നെങ്കിൽ കൈദി 2 എന്ന ടൈറ്റിലിൽ മാറ്റി ദില്ലി എന്നായിരിക്കും ഇനി മിക്കവാറും കൈദി 2 സെക്കൻഡ് പാർട്ട് വരിക എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകേഷിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇറങ്ങാനുള്ള ചാൻസും ഇറങ്ങാതിരിക്കാനുള്ള ചാൻസും 50-50 ആയിട്ടാണ് കാണുന്നത്. കാരണം ഈ ഒരു LCUവിൻ്റെ തുടക്കം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ 0 എന്ന ഷോർട്ട് ഫിലിം പുറത്തിറക്കുമെന്ന് പറഞ്ഞിട്ട് കുറേ കാലമായി. അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ഗ്ലിംസിൻ്റെ സെൻസറിങ് കഴിഞ്ഞതുകൊണ്ടൊക്കെ തന്നെ ഒരു പ്രതീക്ഷയുണ്ട് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്ന്. മിക്കവാറും ലോകേഷിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് തന്നെ പുറത്തിറങ്ങാനുള്ള ഹൈ ചാൻസസ് ഒക്കെ തന്നെയാണ് കാണുന്നത്. എന്തായാലും ആ ഒരു ചിത്രത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു ഗ്ലിംസിനായി കാത്തിരിക്കുക.